Hi friends, welcome to Competitive Cracker. അപ്പോൾ LD ടൈപ്പിസ്റ്റിന് ഡേറ്റിംഗ് അടുത്ത് വന്നു കഴിഞ്ഞു. ഒക്ടോബർ 22 എക്സാം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഏകദേശം ഒരു 40 മാർക്കിനോളം അടുപ്പിച്ച് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. അതിനകത്ത് തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് ടോപ്പിക്കൽ ഉണ്ട് എന്നെങ്കിൽ തന്നെയും പ്രസൻറ്റേഷൻ, വേർഡ്, അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കൽ. നിങ്ങൾ സിലബസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ സിലബസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസിൽ നിന്നും വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. കാണുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ഇതിനകത്തുനിന്ന് നമുക്ക് വളരെയധികം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, കൂടുതലായിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉറപ്പായിട്ടും ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ടെക്നോളജീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് വരെയുള്ളത് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും അറിഞ്ഞിരിക്കണം. ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്, ഇപ്പോൾ അതിൻ്റെയൊക്കെ ഇപ്പം നമ്മൾ പ്രിൻ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടൈപ്പുകളെ കുറിച്ച്, അങ്ങനെ ഓരോ കാറ്റഗറിയും എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് കമ്പ്യൂട്ടറിനകത്തെ ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ്. ഇവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന മദർ ബോർഡ്, CPU, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, മെമ്മറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനുള്ളിൽ തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ഹാർഡ്വെയർസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മദർ ബോർഡ്, CPU-നെ റിലേറ്റ് ചെയ്തിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ടൈപ്പുകളും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ പഠിച്ചു പോകണം. പിന്നെ സോഫ്റ്റ്വെയർസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പുകളും നമുക്കറിയാം. ആപ്ലിക്കേഷൻ, യൂട്ടിലിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ഇങ്ങനെ പല രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നോക്കിക്കേ, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടൈപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പുകൾ വെച്ച് തന്നെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയറുകളുടെ ഏറ്റവും മേജറായിട്ട് വരുന്ന സോഫ്റ്റ്വെയർസിൻ്റെ ഒക്കെ ഫങ്ഷനാലിറ്റീസ്, ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇമെയിൽ, ബ്രൗസർ, സെർച്ച് എഞ്ചിൻ. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെ എല്ലാം എക്സാമ്പിളുകൾ. അതേപോലെ തന്നെ ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളുകൾ, നെറ്റ്വർക്കിനകത്ത് യൂസ് ചെയ്യുന്ന മേജറായിട്ട് വരുന്ന പ്രോട്ടോക്കോൾസ് അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും HTTP അല്ലെങ്കിൽ FTP എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഇമെയിലുകൾ ചെയ്യുന്ന സമയത്ത് ഇമെയിലുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളുകൾ, അവിടെ യൂസ് ചെയ്യുന്ന BCC അല്ലെങ്കിൽ CC എന്താണ്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്തുനിന്ന് പഠിച്ചിരിക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു മെമ്മറീസിൻ്റെ കാര്യം പറയുകയാണ്. മെമ്മറി അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ കാറ്റഗറി പഠിക്കുക, അതിൻ്റെ സ്പീഡിനെ വെച്ച് അനലൈസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു മാർക്ക് പോലും മിസ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യമാണ്, ഹൗ മെനി ബൈറ്റ്സ് ഡസ് 2 കിലോബൈറ്റ്സ് റെപ്രസെൻറ്റ്? ഫൈറ്റോൾ 1024, 2048. ഏതാണ് ആൻസർ വരുന്നത്? 256. ഏതാണ് ആൻസർ വരുന്നത്? നമുക്കറിയാം, നമുക്ക് ഡേറ്റ സൈസുകൾ അല്ലെങ്കിൽ ഡേറ്റയുടെ യൂണിറ്റുകൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് അളക്കുന്നതെന്നുള്ളത് ഇവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് നമുക്കറിയാം ബിറ്റ്, നിബിള് അല്ലേ, ബിറ്റുകളുണ്ട്, നിബിളുണ്ട്, ബൈറ്റ്സ് ഉണ്ട്, കിലോ ബൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. അപ്പം നമുക്കറിയാം ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റുകളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് 4 ബിറ്റ് എന്ന് പറയുന്നത് ഒരു നിബിളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത് എത്ര നമ്മൾ എടുക്കുന്നത്? 1024 ബൈറ്റുകളായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, 1024 ബൈറ്റുകളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 2 കിലോ ബൈറ്റ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ×
2024. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇതിൻ്റെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും നമുക്ക് അറേഞ്ച് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും ചോദിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ആൻഡ് കമ്പയറിംഗ്? നമുക്കറിയാം കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, CPU അല്ലേ. അപ്പോൾ CPU-ൻ്റെ പല കമ്പോണൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. അതിനകത്ത് കാൽക്കുലേഷൻ ആൻഡ് കമ്പാരിസണിന് വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? ഏതാണ്? ALU, CU, മെമ്മറി യൂണിറ്റ്, RAM. ഏതാണ് വരുന്നത്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് അല്ലേ, ALU ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓരോ ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം, വളരെ നല്ല രീതിയിൽ നമ്മൾ തറവാക്കിയെങ്കിൽ മാത്രമേ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എവറി കമ്പ്യൂട്ടർ കണക്റ്റഡ് ടു ദ ഇന്റർനെറ്റ് ഈസ് ഐഡന്റിഫൈഡ് ബൈ എ യുണീക്ക് 4-part string. എന്താ പറഞ്ഞേക്കുന്നത്? ഇന്റർനെറ്റിലുള്ള ഡിവൈസുകൾ അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസുകളെയും നമുക്ക് യുണീക്കായിട്ട് തിരിച്ചറിയാനായിട്ട് അവർക്കെല്ലാം എന്തു കൊടുക്കും? ഒരു യുണീക്ക് ID കൊടുക്കും അല്ലേ. അത് നമുക്ക് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 4 പാർട്ട് ഉള്ള ഒരു സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ ഏതാ വരുന്നത്? നമ്മൾ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസുകളെയും തിരിച്ചറിയുന്നത് എന്ത് വെച്ചിട്ടാണ്? അതിൻ്റെ IP അഡ്രസ്സുകൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നെറ്റ്വർക്കിൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത് കേട്ടോ. നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ നെറ്റ്വർക്കിൻ്റെ ടൈപ്സ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, LAN, MAN, WAN എന്നൊക്കെ. അത് വരുന്നുണ്ട്, അതിൻ്റെ കണക്ടിവിറ്റി വരുന്നുണ്ട്, അതേപോലെ ബ്രൗസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ ബേസ്ഡ് ഓൺ ട്രാൻസിസ്റ്റർ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, VLSI മൈക്രോ പ്രോസസ്സർ, ULSI മൈക്രോ പ്രോസസ്സർ. ഇവിടെ നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്? തേർഡ് ജനറേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കമ്പ്യൂട്ടറിൻ്റെ ടൈപ്പുകൾ, അതിൻ്റെ ഹിസ്റ്ററി അല്ലേ. ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമുക്ക് ജനറേഷൻസ് എല്ലാം പഠിക്കണം, ജനറേഷൻസിൻ്റെ എല്ലാം ഫീച്ചേഴ്സ് പഠിക്കണം, അവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്തിരുന്ന സിസ്റ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയണം, ഡെവലപ്പ് ചെയ്തത് ആരൊക്കെയാണെന്ന് അറിയണം. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ഉറപ്പായിട്ടും ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തേർഡ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്ന ടെക്നോളജി ഏതാ ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരുന്നത്. അതായത് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷനിലായിരുന്നു, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഏത് വരുന്നത്? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനറേഷൻസ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ടൈപ്പ് എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോ. നോർട്ടൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഞാൻ പറഞ്ഞു സോഫ്റ്റ്വെയർസിൻ്റെയും ആൻറ്റി സോഫ്റ്റ്വെയർസിൻ്റെയും അതേപോലെ ബ്രൗസേഴ്സിൻ്റെയും സെർച്ച് എഞ്ചിൻസിൻ്റെയും ഒക്കെ എക്സാമ്പിളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർട്ടൺ എന്നുള്ളത് എന്താണ്? ഒരു ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഉറപ്പായിട്ടും എക്സാമ്പിളുകൾ സഹിതം നമ്മൾ പഠിച്ച് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കി കാണുമല്ലോ ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ മുന്നോട്ട് നോക്കി കാണണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കൺസെപ്റ്റും പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടൈം ടേബിൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? എത്ര സമയം നമ്മൾ മാറ്റി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒക്ടോബർ 22 നടക്കാൻ പോകുന്ന എക്സാമിൽ നമുക്ക് നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. CC നിങ്ങളിലേക്ക് എത്തുകയാണ് ഒരു ക്രാഷ് ബാച്ചുമായിട്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി ഈ കാണിക്കുന്ന എല്ലാ ടോപ്പിക്കുകളുടെയും PDF അടക്കമുള്ള എല്ലാ നോട്ടുകളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനോട് കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. CCയുടെ ടൈപ്പിസ്റ്റിൻ്റെ ക്രാഷ് ബാച്ചിലേക്ക് നമുക്ക് എന്തുണ്ടാവും? നമുക്കൊരു ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസും അതേപോലെ തന്നെ വീക്ക്ലി എക്സാമുകൾ, മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, അതേപോലെ തന്നെ നമുക്ക് ഈ പഠിക്കുന്ന എല്ലാ ടോപ്പിക്കുകളുടെയും നോട്ടുകൾ, ഈ കാര്യങ്ങളോട് കൂടി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഇതെല്ലാം വെച്ച് നമ്മൾ കൃത്യമായ പ്ലാനോട് കൂടി ഒരു ടൈം ടേബിൾ പ്രകാരം നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് പോയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിൽ നല്ല രീതിയിൽ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം ഈ കാണുന്ന നമ്പറിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്